നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സൗദാമിനി മുത്തശ്ശിയും ഗംഗാധരനും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഗംഗാധരൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി ചോദിച്ചു, അല്ലട മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം വൈജയ്ക്ക് അറിയാവോന്ന് ചോദിക്കുക. ഇതുവരെയായിട്ടും അറിയത്തില്ല, ബാലേന്ദ്രൻ അതൊട്ട് പറഞ്ഞിട്ടുമില്ല എന്ന് പറയാണ്. ദൈവമേ, എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാ പറഞ്ഞത്, വൈജി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? അവളുടെ ജീവിതം അതോടുകൂടി തകർന്നമ്മേ. പക്ഷെ ഇപ്പോഴും അവളുടെ അഹങ്കാരത്തിനൊരു കുറവും വന്നിട്ടില്ല. ബാലേന്ദ്രന്റെ ഒരു വാക്ക് മാത്രം മതി അവളുടെ ജീവിതം തകരാനായിട്ട്. ഉച്ചി വരെ അഹങ്കാരം കയറിയിരിക്കുമല്ലേ അവള്. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി വൈജയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി. പക്ഷെ അതങ്ങനെ തകരാതിരിക്കണമെങ്കിൽ വൈജ തന്നെ തീരുമാനിക്കണം. അല്ല മോനെ, ബാലേന്ദ്രൻ എങ്ങാനും പറയുവോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുമെന്ന് തോന്നില്ല. പക്ഷേ ബാലേന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കേണ്ട കടമ വൈജയുടേതാണ്. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും വൈജ ഒരു കാരണവശാലും പണ്ടത്തെ പോലത്തെ സ്വഭാവം എടുക്കാൻ പാടില്ല. അറിയാലോ, വൈജയ്ക്ക് ഇപ്പം ഇത്ര വയ്യാതായതുകൊണ്ട് മാത്രം അങ്ങനെ അടങ്ങി കിടക്കുന്നേ. പക്ഷേ അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കൊലവിളിയായിട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എപ്പം തകർന്നെന്ന് ചോദിച്ചാൽ മതി. ബാലേന്ദ്രനെല്ലാം അടക്കി പിടിച്ചിരിക്കുക. എപ്പോഴാ പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല. അതെ, ബാലേന്ദ്രന് എപ്പം വെള്ളം പൊട്ടാവുന്ന രീതിയിൽ നിൽക്കുന്നൊരു പടക്കവാ. ആ പടക്കത്തെ ആഹാരം തണുപ്പിക്കുകയാണെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വൈജയുടെ അഹങ്കാരമൊക്കെ കളഞ്ഞ് അവൾ നല്ല കുടുംബിനിയായി, മക്കളുടെ നല്ലൊരു അമ്മയായി, ബാലേന്ദ്രൻ നല്ല ഭാര്യയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ബാലേന്ദ്രൻ പറയുന്നതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവും. അല്ലെങ്കിലുണ്ടല്ലോ, അവളുടെ ജീവിതം എപ്പം തകർന്നെന്ന് കൂട്ടിയാൽ മതി. അല്ല മോനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അവള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത്, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ അവൾക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കരുത്. അമ്മ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു ഭാര്യയാക്കി പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ വീണ്ടും അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവളുടെ ജീവിതം എപ്പം തകർന്നെന്ന് കൂട്ടിയാൽ മതി. ബാലേന്ദ്രനൊന്നും നോക്കാനില്ല. ബാലേന്ദ്രൻ്റെ മോളായിട്ട് അലീനെ അവൾ അംഗീകരിച്ച് സ്വന്തം മോളെ പോലെ അവൾ കാണുവാണെങ്കിൽ അവൾക്ക് നല്ലതാ. അല്ലെങ്കിലുണ്ടല്ലോ, പിന്നെ അവളുടെ ജീവിതം എപ്പം തകർന്നെന്ന് കൂട്ടിയാൽ മതി. അമ്മയും കൂടി അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ അമ്മയുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ അറിയണം. അല്ല, മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇരിക്കണം. കൊട്ടി ഹോഴിച്ചുകൊണ്ട് നടക്കാനല്ല. ഒരു കാരണവശാലും അമ്മയുടെ മനസ്സിൽ നിന്ന് വെളിയിൽ വരില്ല, അറിയാലോ. ഇല്ലട മോനെ, ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. വൈജയുടെ ജീവിതം എത്ര നാൾ മുന്നോട്ട് പോകണം എന്നുള്ളത് വൈജയുടെ കയ്യിരിപ്പ് പോലെ ഇരിക്കും. അതും പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചെത്തടിച്ച് അവിടെ ഇരുന്ന് നിലവിളിക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ഗംഗാധരനും ശിവശങ്കരനും രാജീവനും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ഇനി ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണമല്ലോ. പിന്നീട് ഗംഗാധരൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ വന്ന, പക്ഷെ വൈജയുടെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും രാജീവും പറഞ്ഞു, അതെ, ഗംഗേട്ടനെ പിന്നെ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, കാരണം റിട്ടയർമെൻ്റ് ആയതല്ലേ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതാണോ? ഞങ്ങളുടെ കാര്യം ഓർത്ത് വയ്ക്കുക. ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടല്ലേ, ഞങ്ങൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്ക് തിരികെ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാലതി പൂനെ നിർത്തിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനി അവളെ കൂട്ടി വേണം തിരികെ നീലഗിരിയിലേക്ക് പോവാനായിട്ട്. അതിന് ഗംഗേട്ടന് അവിടെ ചെന്നില്ലെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലോ. വീടടച്ച് പൂട്ടിയിട്ട് വന്നാലും 3-4 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ സെർവൻസ് ഉണ്ടല്ലോ, വീട് തൂത്തു അടയ്ക്കാനും ഗാർഡൻ നനയ്ക്കാനും ഒക്കെ സെർവൻസ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എടാ, കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? വൈജയുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് കരുതിയേട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ. ശിവശങ്കരൻ പറഞ്ഞു, ഗംഗേട്ടൻ ഇവിടെ ഉണ്ടായിട്ടോ കാര്യമുള്ളൂ. ഗംഗേട്ടൻ പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കുള്ളൂ. ഞങ്ങളാരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗംഗേട്ടൻ പറയണം അവളോട് കാര്യങ്ങളൊക്കെ. അല്ലാതെ ഞങ്ങൾ ഒരു വില അവൾക്കില്ല എന്ന് പറയണം. ഗംഗേട്ടൻ പറയാണ് പിന്നെ അവൾ മറുത്തൊന്നും പറയില്ല. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. താടിയലിൻ്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പതുക്കെ സംസാരിക്കാനായല്ലോ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അവൾക്ക് എന്തായാലും മറുപടി പറയാൻ കഴിയുമല്ലോ. മുമ്പത്തെ പോലെ എങ്ങാനും അവൾ ആ പഴയ അഹങ്കാരമായിട്ട് തിരിച്ചു വരുന്നെങ്കിൽ അറിയാലോ ഗംഗേട്ട എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എന്ന് രാജീവ് പറഞ്ഞു.
ശിവശങ്കരൻ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ ശരിക്കുള്ള തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലീനയും ബാലേന്ദ്രനൊന്നും അല്ല, അവരൊന്നും ഒന്നുമല്ല, അവരൊരു തലവേദനയല്ല, അവര് പാവങ്ങളാ. പക്ഷേങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരാന്നറിയോ? വൈജയന്തിയാന്ന് പറയണം. രാജീവൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അവളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. ആ പെങ്കൊച്ച് അവളാണെങ്കിൽ ആ വീട്ടുജോലികളൊക്കെ ചെയ്ത് സ്വന്തം കൂടപ്പിറപ്പുകളെ പൊന്നുപോലെ നോക്കി ഒരു ദാസിയായിട്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന തൂത്തും തുടച്ചും വൃത്തിയാക്കിയിട്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പോയി കിള്ളാൻ പോയത് വൈജയന്തിയല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? മര്യാദയ്ക്ക് അങ്ങനെ അവള് അവിടെ കഴിഞ്ഞുകൂടി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോയേനും. ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടും അവൾ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞോ ഞാൻ വൈജയുടെ മോളാന്നുള്ള കാര്യം? ഇല്ലല്ലോ, എല്ലാം സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയതല്ലേ. എന്നിട്ട് ഒടിയിലും വൈജ തന്നെയല്ലേ എല്ലാം കുത്തി ഇളക്കിയത്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അതെ, അവൾ അങ്ങനെ കഴിയേണ്ടവളാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവളൊരു ദാസിയായിട്ട് കഴിയേണ്ടവളാണല്ലോ, ഒന്നുമല്ലേലും വൈജയുടെ മോളല്ലേ. അപ്പൊ പിന്നെ അവൾ ആ നിലയ്ക്ക് വേണ്ട കഴിയാനായിട്ട്? ഒരിക്കലും അവൾ അങ്ങനെ ദാസിയായിട്ട് കഴിയേണ്ടവളല്ല, വീട്ടില് ജോലിക്കാരിയായിട്ട് കഴിയേണ്ടവളല്ല. അങ്ങനെ കഴിയാനായിട്ട് പറ്റില്ല. കാരണം നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്? അത് മാത്രമല്ല, ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ, വൈജയന്തി വന്നിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ അഹങ്കാരം തലയിൽ കയറും. അവൾ വീണ്ടും ഭരിക്കാനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കണ സമയത്ത് കമല അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് അവർ നിശബ്ദരായി. കമല വന്നിട്ട് പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾ സംസാരിച്ചോ, പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും ശിവശങ്കർ ചോദിച്ചു, എന്താ? അല്ല, കൊല്ലപ്പള്ളിക്കാരും കടപ്പാട്ടുകാരായിട്ട് കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഭാവിതയും രോഹിത്തിനൊക്കെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാരെ. എന്തിനാ വെറുതെ ഇവിടെ നിർത്തുന്നേ? ഇവിടെ നിർത്തി ഞാൻ അവർക്ക് 4 നേരം ആഹാരം വെച്ച് വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അതെ, എനിക്ക് അവരെ ഇവിടെ നിർത്തണമെന്നേ ഒരു നേർച്ചയുണ്ടായിരുന്നു. ഒരു 7 ദിവസം ഒരു ഗുണപാഠ ക്ലാസ് കൊടുക്കണമെന്ന്. അതിന് വേണ്ടി കൊണ്ടു നിർത്തിയിരിക്കുന്ന. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കമല പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമല്ലോ എല്ലാത്തിനും കൂടെ വെച്ച് വിളമ്പി കൊടുക്കാനായിട്ട്. ഞാൻ വേണ്ട എല്ലാം ചെയ്യാനായിട്ട്. ആണോ? പെട്ടെന്ന് ശിവശങ്കരൻ അങ്ങ് ചാടി എഴുന്നേറ്റു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പോഴിറങ്ങുവാണെങ്കിലേ പാലാ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും രാമപുരം വഴി. നീ ഒരു കാര്യം ചെയ്യുക, രാമപുരത്തിന് നേരെ ബസ് പിടിച്ചോ, അവിടെ പോയി നിന്നോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് ഞാൻ നോക്കിക്കോളാം. ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞു, ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം പറയണം. കമലയുടെ നാവടഞ്ഞു. എന്തേലും മിണ്ടാൻ പറ്റുമോ? കമല ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശിവശങ്കരൻ വിളിച്ചു, അതെ, നീ എന്താന്നാ വിചാരിച്ചുകൊണ്ടിരിക്കണേ? നീ ഇല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നോ? ഹെടി, ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 നേരം ഫുഡ് വീട്ടിൽ വരും. അതിനാണോ ബുദ്ധിമുട്ട്? നീ വേണമെന്ന് ഒരു നിർബന്ധമല്ലേ ഇവിടെ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ കമല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ അവിടെ വന്നിരുന്നു. ഈ സമയം ഗംഗാധരൻ്റെയും രാജീവനൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. പിന്നീട് രാജീവൻ പറഞ്ഞു, ഇപ്പോഴാണ് ശിവേട്ടൻ്റെ ഓരോ മാസം ഡയലോഗൊക്കെ വരുന്നത് കണ്ടില്ലേ? ഗംഗാധരൻ പറഞ്ഞു, ഇങ്ങനെ വേണം, അല്ലാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഇതേ സമയം ബബിതയും രോഹിത്തും അതുപോലെ രഞ്ജു ഹരിയൊക്കെ വന്ന് ഭയങ്കര ആലോചനയിലാണ്. പുറത്തു വന്നിരുന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബബിത പറഞ്ഞു, ഇപ്പം തന്നെ കണ്ടില്ലേ, ഇനിയിപ്പം നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് തിരിച്ചു പോവാം, അല്ലാതെ വേറെ വല്ല നിവൃത്തിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രോഹിത്ത് പറഞ്ഞു, എന്നാലും എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞു. രഞ്ജു പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, വല്ല CBIക്കും വിടാം, അവർ ആലോചിച്ച് കണ്ടുപിടിച്ച് തരട്ടെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഹരിശങ്കർ പറഞ്ഞു, നിനക്ക് വലിയ തമാശയായിരിക്കും, പക്ഷേ ഇത് തമാശയല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളെല്ലാവരും ഒന്നും അല്ലാതായി പോയില്ലേന്ന് ചോദിച്ചു. ബബിത പറഞ്ഞു, ഒറ്റ രാത്രിയും കൊണ്ട് എല്ലാ കാര്യങ്ങളും തകടം പറഞ്ഞേ. ഹരിശങ്കർ പറഞ്ഞു, അതെ, ആ ഒറ്റ രാത്രിയില്ല, ആ രാത്രി എന്താ സംഭവിച്ചെന്ന് അറിയണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം കൊല്ലപ്പള്ളിക്കാര് കടപ്പാട്ട് വീട്ടുകാരുടെ മുന്നിൽ മുട്ടുകുത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അത്ര ശക്തമായ കാരണം. അത് കണ്ടുപിടിക്കാതെ പറ്റില്ല. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. ആ സമയത്ത് രോഹിത്ത് പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കാണ് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയണം. രഞ്ജു പറഞ്ഞു, എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹരിശങ്കർ പറഞ്ഞു, അത് ശരി തന്നെയാ, നമ്മളെയും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തട്ടിയതല്ലേ, നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് തന്നെ. അവരെ തന്നെ ഉത്തരം പറയട്ടെ, ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താ, കാരണം എന്താന്ന് അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവരാ കാര്യങ്ങൾ അറിയാനായിട്ട് ചോദിക്കാനായിട്ടും തന്നെ തീരുമാനിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഇതേ സമയത്ത് ഷെറിൻ്റെ ഭർത്താവ് ടോണി വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ടോണിയുടെ അച്ഛനും അമ്മയും ഇറങ്ങി ചെന്നിട്ട്, നീ ഇത് എവിടെയായിരുന്നടാ ഇന്നലെ? നീ ഒന്ന് വിളിച്ചത് പോലും ഇല്ലോ. അതെങ്ങനെയാ? വരത്തില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു കൂടായിരുന്നോ? അത് പപ്പ വിളിച്ചു പറയാൻ പറ്റിയില്ല,
ആ ഫോൺ കേടായിപ്പോയി മൂന്നാർ വെച്ചോ. മൂന്നാർ വെച്ചോ? നീ എന്തിനാടാ മൂന്നാർ പോയതാ? അതൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. അവിടെയൊക്കെ എന്തൊരു തണുപ്പാ എന്നൊക്കെ പറഞ്ഞു. അതെ മമ്മി, ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് ചൂട് ചായ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അങ്ങോട്ട് പറഞ്ഞു വിട്ട അകത്തേക്ക് കയറി വരുന്നു ടോണി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ടോണിൻ്റെ അച്ഛൻ പറഞ്ഞു, എടാ നിന്നെ പാലാരി വട്ടത്ത് നിന്നൊരു പെണ്ണ് വിളിച്ചായിരുന്നു പറഞ്ഞു. പാലാരി വട്ടത്തുനിന്ന് പെണ്ണോ? അതേത് പെണ്ണ? ഏതാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്തോ ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനാന്ന് മാത്രം പറഞ്ഞു. ബിസിനസ് കാര്യമോ? അപ്പോഴേക്കും ടോണിയുടെ അമ്മയും കൂടെ അങ്ങോട്ട് വന്നു. അല്ല, പേര് പറയാതെ വിളിച്ചാരാ? അതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പപ്പ പേര് ഊരും പറയാതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്യണ്ടേ? അല്ല, ഇത് പേരൊന്നും പറയാതെ എന്ത് ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനായിട്ടാ? അത് കേട്ട് കഴിഞ്ഞപ്പം ചോണ്ട് പപ്പ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പാലാരി വട്ടത്ത് നിനക്ക് ആരെങ്കിലും അറിയാവോ? എനിക്ക് അങ്ങനെ അറിയാവുന്നവര് ഒന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്നവരൊക്കെ പപ്പായ്ക്ക് അറിയാവുന്നല്ലേ? അതാ എനിക്ക് മനസ്സിലാത്തേ. ഇതൊരു പെണ്ണാ. അപ്പോഴേക്കും ടോണിയുടെ അമ്മ പറഞ്ഞു, ഇനി വല്ല കള്ളക്കടത്ത് വേണോ? പിന്നെ കള്ളക്കടത്തുമായിട്ട് ഇങ്ങോട്ട് വിളിച്ചേക്കുമല്ലേ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. പക്ഷെ ഇത് വേറെന്തോ ആണെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും ടോണിയുടെ പപ്പ പറഞ്ഞു, ഇനിയിപ്പം ആ ഷെറിനുമായിട്ട് വീണ്ടും ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കോംപ്രമൈസിന് വേണ്ടി വിളിക്കുന്നതാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ എങ്ങാനും വിളിക്കട്ടെ, ആര് വന്നാലും ഉറപ്പായിട്ടും അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ടോണിയുടെ അമ്മ പറഞ്ഞു. ടോണി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടേ വിട്ടെ. ഇനി അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞു. പച്ചയ്ക്ക് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടല്ലേ ഞാനും കൂടെ പോന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ടോണിയുടെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെ പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവൾ ഈ വീട്ടിലേക്ക് വരണ്ട. എന്നാൽ ശരി, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ അമ്മേ, എന്തേലും അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആര് വിളിച്ചാലും എന്നെ വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ടോണി മുറിയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ ടോണിയുടെ വീട്ടിലേക്ക് വരുവാണ്. അവിടെ വന്ന് കാറിനിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ രേവതിക്കുട്ടിയോട് ചോദിച്ചു, അല്ല ഇത് തന്നെയല്ലേ വീടെന്ന് ചോദിച്ചു. അടയാളങ്ങളൊക്കെ വെച്ച് ഇത് തന്നെയാന്ന് പറയണം. എന്നാ ബാ നമുക്ക് കയറി ചെല്ലാന്ന് പറയണം. അങ്ങനെ അവർ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ടോണിയുടെ അച്ഛനാ വന്നു കഥ തുറക്കുന്നത്. ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞാൻ മാമച്ചൻ. അപ്പം രേവതിക്കുട്ടിയെ നോക്കിയിട്ട് ചോദിച്ചു, ഇത് മോളാണെന്ന് ചോദിച്ചു. അതേന്ന് പറയണം. അല്ല എന്തിനാ വന്നേ? ഞങ്ങൾ ടോണിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ടോണിയുമായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ. ടോണി ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറയണം. കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും ടോണിയുടെ അമ്മയും കൂടെ വന്നു. അല്ല നിങ്ങൾ ആരാന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ ഞങ്ങൾ ടോണിനെ കാണാൻ വേണ്ടി വന്ന. അപ്പോഴേക്കും ടോണിയുടെ അമ്മ ചോദിച്ചു, അവനെ വിളിക്കണോന്ന് ചോദിക്കുകയാണ്. അല്ല അവനെ വിളിക്കല്ല, ഇപ്പം അത്യാവശ്യം ഒന്നില്ലേ വിളിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ടോണിനെ ഞങ്ങൾക്കൊന്ന് കാണണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദൂരെ നിന്ന് വന്നേന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് അവരങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ടോണിനെയും വിളിച്ചുകൊണ്ട് വന്നു. ടോണി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ പരിചയമില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അല്ല നിങ്ങളാണോ പാലാരി വട്ടത്തിൽ നിന്ന് വിളിച്ചതെന്ന് പെട്ടെന്ന് തന്നെ ടോണിയുടെ അമ്മ ചോദിച്ചു. അതെ ഞങ്ങളെ വിളിച്ചേ. അല്ല ഈ പെങ്കൊച്ചാണോ വിളിച്ചേ? അല്ല ആൻറ്റിയെ വിളിച്ചേ. അതാ ശബ്ദം വേറെ കേട്ടതുപോലെ എനിക്ക് തോന്നിയെന്ന് പറയണം. അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നേന്ന് ചോദിക്കണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ടോണി പറഞ്ഞു, സംസാരിച്ചോ, എന്ത് കാര്യമാണെങ്കിലും സംസാരിച്ചോളാൻ പറയണം. അല്ല അതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതെ എൻ്റെ പപ്പയുടെ അമ്മയുടെ അടുത്ത് എനിക്ക് വലിയ രഹസ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോ. എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം. അത് പിന്നെ ഞങ്ങൾക്ക് തനിച്ചിച്ചിരി സമയം തരാമോ? ഇത് ഇത്തിരി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംസാരിച്ചതിന് ശേഷം ടോണി വേണമെങ്കിൽ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ അതിനു മുമ്പ് ടോണിയോട് മാത്രം സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. ഇത്തിരി സമയം തരുവാണെങ്കിൽ ടോണി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.